മനുഷ്യരും നഗരവും വാഹനങ്ങളും ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഏകദേശം 65 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ്. ആ കാലത്ത് ഭൂമിയെ ഭരിച്ചിരുന്നത് കുറെ ഭീകര ജീവികളായിരുന്നു. അതിൽ ഇന്ത്യയുടെ കാടുകളെ വിറപ്പിച്ചിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു. അവനൊരു സാധാരണ ജീവിയല്ല. മരണം വരെ വേട്ടയാടി ജീവിക്കുന്ന, രക്തത്തിന്റെ ഗന്ധം പിന്തുടരുന്ന കാടുകളുടെ അധിപൻ. അവന്റെ പേരാണ് രാജാസോറസ്. ഏകദേശം 70 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. ഇന്നത്തെ ഇന്ത്യ അന്നുണ്ടായിരുന്നില്ല. ഇന്ത്യ ഏഷ്യയുടെ ഒരു ഭാഗമായിരുന്നില്ല അന്ന്. ഭൂമിയിലെ വലിയൊരു ഭൂഖണ്ഡത്തിന്റെ ഭാഗമായിരുന്നു ഇന്ത്യയും. ആ മഹാഭൂഖണ്ഡത്തിന്റെ പേരാണ് ഗോണ്ട്വാന. ഇന്ത്യ, ആഫ്രിക്ക, മഡഗാസ്കർ, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക ഇവയെല്ലാം ഒരിക്കൽ ഒന്നിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഭൂമിയുടെ അടിഭാഗത്തുണ്ടായ ചലനങ്ങൾ കാരണം ഇന്ത്യ അതിൽ നിന്ന് വേർപെട്ട് കടലിലൂടെ സഞ്ചരിക്കുന്ന ഒരു വലിയൊരു ദ്വീപായി മാറി. കനത്ത മഴക്കാടുകൾ, അഗ്നിപർവ്വതങ്ങൾ, വലിയ നദികൾ, ചെളിക്കാടുകൾ, ഭീകര ജീവികൾ നിറഞ്ഞ വനങ്ങൾ, ഇവിടെയായിരുന്നു രാജാസോറസ് ജീവിച്ചിരുന്നത്. രാജാസോറസ് നർമിഡൻസിസ് എന്നാണ് ഈ ഒരു ഡൈനോസറിന്റെ യഥാർത്ഥ പേര്. നർമ്മദ നദിക്കരയിൽ നിന്നാണ് ഇതിന്റെ ഫോസിൽ കണ്ടെത്തിയത്. അതുകൊണ്ടാണ് ഇതിന് ഈ പേര് നൽകിയിരിക്കുന്നത്. രാജാസോറസ് ഒരു ഭീകരമായ മാംസഭോജിയായിട്ടുള്ള ഡൈനോസറാണ്. ഇതിന്റെ നീളം ഏകദേശം 22 അടിയോളം ഉണ്ടായിരുന്നു. ഭാരം 3 ടൺ വരെ ഉണ്ടായേക്കാമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഇതിന്റെ ശരീരത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഭാഗം ഇതിന്റെ തലഭാഗമാണ്. വളരെ കട്ടിയുള്ള തലയോട്ടിയാണ് ഇതിനുള്ളത്. മുൻഭാഗത്ത് ഒരു കൊമ്പ് പോലൊരു ഉയർച്ചയുണ്ട്. ആ കൊമ്പ് ഉപയോഗിക്കുന്നത് മറ്റുള്ള ജീവികളെ ഭയപ്പെടുത്താൻ, ആധിപത്യം സ്ഥാപിക്കാൻ, തമ്മിലുള്ള പോരാട്ടങ്ങൾ എന്നിവയ്ക്കായിരിക്കാം. ഈ ഡൈനോസറിന്റെ കഴുത്ത് അതിവിശാലവും വളരെ ശക്തിയേറിയതുമാണ്. ഒരു ഇരയെ കടിച്ചാൽ കഴുത്തിന്റെ ശക്തി ഉപയോഗിച്ച് ആ ഇരയുടെ ശരീരം കീറി മുറിക്കാൻ ഇതിനെ കൊണ്ട് കഴിയും. രാജാസോറസ് അതിവേഗത്തിലോടുന്ന ഒരു ഡൈനോസർ അല്ല, പക്ഷേ ഇത് വളരെ അപകടകാരിയായിട്ടുള്ള ഒരു വേട്ടക്കാരനാണ്. ഇത് കൂടുതലും ഒളിച്ചിരുന്നാണ് ഇരകളെ ആക്രമിക്കുന്നത്. രാജാസോറസ് പ്രധാനമായും വേട്ടയാടിയിരുന്നത് ചെറിയ ദിനോസറുകളെ, പിന്നെ ദുർബലമായ സസ്യഭോജികളെ, പിന്നെ മറ്റ് റെപ്റ്റൈൽസിനെയൊക്കെ. കാടുകളിലെ ഏറ്റവും വലിയ ബുദ്ധിശാലിയായിട്ടുള്ള വേട്ടക്കാരിൽ ഒരാളാണ് ഇത്. അതുകൊണ്ട് തന്നെ മറ്റു ജീവികളെല്ലാം ഇതിനെ വളരെയധികം ഭയപ്പെട്ടിരുന്നു. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും ഒക്കെ ഇന്ത്യയിൽ നിന്ന് ദിനോസറുകളുടെ മുട്ടകൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ രാജാസോറസിന്റെ പ്രധാന അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് 20-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിലായിരുന്നു. ഗുജറാത്തിലെ നർമ്മദ താഴ്വരയിൽ ഭൂഗർഭ പഠനം നടത്തിക്കൊണ്ടിരുന്ന ശാസ്ത്രജ്ഞർ ചില വിചിത്രമായ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തി. തലയോട്ടിയുടെ ഭാഗങ്ങൾ, അരയുടെ അസ്ഥികൾ, വാലിന്റെ അസ്ഥികൾ, നട്ടെല്ലിന്റെ ഭാഗങ്ങൾ. തുടർന്നുണ്ടായ പഠനത്തിൽ മനസ്സിലായി, ഒരു കാലത്ത് ഇന്ത്യയിലെ കാടുകളെ വിറപ്പിച്ചിരുന്ന ഒരു ഭീകരനായ ഡൈനോസറിന്റെ അസ്ഥികൂടങ്ങളാണ് അതെന്ന്. തെക്കേ അമേരിക്കയിലും മഡഗാസ്കറിലും ആഫ്രിക്കയിലുമൊക്കെ രാജാസോറസുമായിട്ട് വളരെ സാമ്യമുള്ള മറ്റ് ദിനോസറുകളുടെ ഫോസിൽസും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്: പണ്ട് ഇന്ത്യയും ഗോണ്ട്വാന എന്ന് പറയുന്ന സൂപ്പർ കോണ്ടിനെന്റിന്റെ ഒരു ഭാഗമായിരുന്നു. ഭൂമിയെ നോക്കി ഒരു മഹാവിപത്ത് വരുന്നുണ്ടായിരുന്നു. ആകാശത്തു നിന്ന് ഒരു മഹാഗ്രഹശില. താമസിയാതെ അത് ഭൂമിയിലേക്ക് പതിച്ചു. അതിൻ്റെ ആഘാതത്തിൽ ഭൂമി കത്തി, ആകാശം ഇരുണ്ടു, മഴ വിഷമയമായി, ചെടികൾ നശിച്ചു, മരങ്ങൾ നശിച്ചു, ഭക്ഷണ ശൃംഖല മൊത്തത്തിൽ തകർന്നു. ഇന്ത്യയിലും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും മറ്റ് വിപത്തുകളൊക്കെ നടന്നു. അങ്ങനെ വലിയ തോതിൽ സസ്യഭോജികളായ ഡൈനോസറുകളും മറ്റ് ജീവിവർഗങ്ങളും നശിച്ചു. ഇതിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന മാംസഭോജികളായിട്ടുള്ള ഡൈനോസറുകളും നശിക്കാൻ തുടങ്ങി. അതിലൊന്നായിരുന്നു നമ്മുടെ രാജാസോറസും. രാജാസോറസ് ഇന്ത്യയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായിരുന്നു. കാരണം ഇത് തെളിയിച്ചത് ഇന്ത്യക്കും സ്വന്തമായി ഒരു ഡൈനോസർ ലോകമുണ്ടായിരുന്നു എന്നാണ്. ലോകം കൂടുതലും കാണിച്ചിരുന്നത് വിദേശ രാജ്യങ്ങളിലുള്ള ഡൈനോസറുകളെയാണ്. പക്ഷേ ഇന്ത്യയിലും അത്രത്തോളം ഭീകര ജീവികൾ ജീവിച്ചിരുന്നു. രാജാസോറസ് അതിൻ്റെ ഒരു വലിയ തെളിവാണ്. ഇന്ന് നർമ്മദ താഴ്വരയിലെ മണ്ണിനടിയിൽ ചില അസ്ഥികൾ മാത്രം ബാക്കിയുണ്ട്. പക്ഷേ ഒരു കാലത്ത് ഇന്ത്യയുടെ വനങ്ങളിൽ ഒരു രാജാവുണ്ടായിരുന്നു. അവൻ്റെ ഗർജനത്തിൽ കാടുകൾ വിറച്ചിരുന്നു. ആ രാജാവിൻ്റെ പേരാണ് രാജാസോറസ്.